എല്ലാവർക്കും നമസ്കാരം. ദേവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ്, അതായത് 42ാമത്തെ എപ്പിസോഡ് ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു. ശരിക്കും ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്യാത്തത്, ഇന്നലെ ആ എപ്പിസോഡ് കണ്ടിട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്താൽ എന്റെ നാവിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പ്രേക്ഷകരെ ഒന്നടങ്കം പ്രകോപിതരാക്കി അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തിയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ നടന്നത്. ലാലേട്ടൻ നോറയെ ഫ്ലൈറ്റ് പിടിച്ച് ഏതോ രാജ്യത്തേക്ക് പറഞ്ഞുവിടാൻ വേണ്ടി വന്ന ഒരു എപ്പിസോഡായിട്ട് ഇന്നലത്തെ എപ്പിസോഡ് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ ജിൻഡോനെയും സിബിനെയും എയറിൽ കയറ്റാനും സിബിൻ കാണിച്ച ആ ഒരു ഗസ്റ്റർ അത് അട്ടർ റോങ് തന്നെയാണ്. ഒരിക്കലും അതല്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. തെറ്റ് തന്നെയാണ്. പക്ഷേ അതിന് നെക്സ്റ്റ് വീക്കിൽ ഡയറക്റ്റ് നോമിനേഷൻ, അതോടൊപ്പം തന്നെ പവർ റൂമിൽ നിന്ന് പുറത്താവുന്നു. പിന്നെ ഒരു ക്ലാരിറ്റിയും ഇല്ലാത്ത ഒരു പണിഷ്മെന്റ്, അതും നോറയെ കൊണ്ട് ജയിച്ചു. നോറ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ലെവലിൽ നോറയെ കൊണ്ട് ജയിച്ചു. ഇത് സിബിനാണോ അതോ ജിൻഡോയ്ക്കാണോ എന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. വൺ സൈഡ് മാത്രം നിന്ന് ലാലേട്ടൻ സംസാരിച്ച പോലെ ഫീൽ ചെയ്തു. ഈവൻ സിബിനെ കൊണ്ട് സംസാരിക്കാൻ പോലും ലാലേട്ടൻ സമ്മതിച്ചില്ല. അതിനകത്ത് ചോദ്യം ചെയ്തത് ഋഷി മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് വരാം. നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കം എന്ന് പറയുന്നത് ലാലേട്ടൻ വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച മുഖത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. അതിനുശേഷം കഴിഞ്ഞ വീക്കിൽ നടന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ഓടിച്ചു കാണിച്ചു. അതും എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല, കാണിക്കേണ്ടത് കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിച്ചു പോയി. പവർ ടീമിനെ ചോദ്യം ചെയ്യലായിരുന്നു ആദ്യം നടന്നത്. പവർ ടീമിന്റെ പവർ അവരെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യലായിരുന്നു ആദ്യം നടന്നത്. അതില് ഡെൻ റൂം ലോക്ക് ചെയ്ത കാര്യവും ഒപ്പം ഇവര് പവർ ദുരുപയോഗം ചെയ്ത കാര്യവും, അതായത് മെയിൻ എൻട്രൻസിന്റെ ഡോറും അതുപോലെ തന്നെ പവർ റൂമും ബിഗ് ബോസിനെ കൊണ്ട് ലോക്ക് ചെയ്യിച്ചു. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ പവർ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ പണിയാവും, പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആവും, അതുകൊണ്ട് ഇതൊക്കെ നോക്കി കണ്ടു വേണം ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ മറ്റ് കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പവർ ടീം, എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പലരും ബുദ്ധിമുട്ടാണ്, അവർക്ക് ഇവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിക്കൊക്കെയാണ് മറുപടി പറഞ്ഞത്, പ്രത്യേകിച്ച് ഡെൻ ടീം. പിന്നെ ഇവരുടെ ടാസ്കിനകത്ത് ടണൽ ടീമിനെ, അതായത് മെലോഡ്രാമ ടാസ്കിനകത്ത് ടണൽ ടീമിന് പ്രൈസ് കൊടുത്തു അല്ലെങ്കിൽ ഫസ്റ്റ് കൊടുത്തു. അപ്പൊ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ആദ്യം ജാസ്മിനോടാണ് ചോദിച്ചത്. ജാസ്മിനെ ആ വിധിയിൽ, ആ ഡിസിഷനിൽ കഴമ്പുണ്ടായിരുന്നോ, അത് സത്യമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ജാസ്മിൻ പറഞ്ഞു, അല്ല ലാലേട്ട, അത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ജാസ്മിൻ ആ ടണൽ ടീമിലുള്ള ഒരാളാണ്. ആ കുട്ടിക്ക് എത്രയുണ്ട് ടീം സ്പിരിറ്റ്. ടണൽ ടീമിലുള്ള ഒരാള് അവർക്ക് പ്രൈസ് കിട്ടിയെന്ന് ചോദ്യം ചെയ്ത് സംസാരിച്ചിരിക്കുന്നു. ഇന്നലത്തെ എപ്പിസോഡിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റ് കണ്ടസ്റ്റൻസിനോട്, പല കണ്ടസ്റ്റൻസിനോടും ഡെന്നിനല്ലേ കിട്ടേണ്ടത്, അതായത് ചോറ് ഇവിടെയും കൂർ അവിടെയും. ഇന്നലെ ലാലേട്ടൻ അത് ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ നിന്നിങ്ങനെ മെഴുകുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റു പലരോട് ചോദിച്ചപ്പോഴേക്കും അവർ പ്രത്യേകിച്ച് അവിടെ ഇവിടെയും തൊടാതെ പോലെയൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഡെൻ ടീമാണ് വിജയിച്ചെന്ന് ലാലേട്ടൻ അങ്ങ് പ്രഖ്യാപിച്ചു. ഓക്കെ, അതങ്ങോട്ട് പോട്ടെ. പിന്നെ നടന്നൊരു കാര്യം എന്ന് പറയുന്നത്, നന്ദിനിക്കുട്ടി ആയിട്ട് വന്ന നോറയെ എഴുന്നേൽപ്പിച്ച് നിർത്തി. നോറ എന്താണ് പറയാൻ വന്നത്? നോറയെ കൊണ്ട് പറയാൻ സമ്മതിച്ചില്ല. നോറ പറയാൻ തുടങ്ങുമ്പോഴേക്കും സ്റ്റോപ്പ് പറയും. നോറ പറഞ്ഞ് അത് സ്റ്റോപ്പ് പറയും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് പ്ലേ ഇത് പറഞ്ഞത് എന്തിനാണ് എന്ന് ശരണ്യോട് ചോദിച്ചു. ശരണ്യ പറഞ്ഞു, അതല്ല ലാലേട്ട, അത് ഒരു ഗെയിമായിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. അപ്പൊ ശരി, എന്നാൽ നോറ എന്താ പറയാൻ വന്നത്? അപ്പൊ നോറയ്ക്ക് തോന്നിയ പോലെ, നോറയെ കുറിച്ച് നമുക്കറിയാം, ആദ്യത്തെ എപ്പിസോഡ് മുതൽ തന്നെ കരച്ചിലാണ്, കംപ്ലൈന്റോട് കംപ്ലൈന്റ് ആണ്. ആ കുട്ടിക്ക് കംപ്ലൈന്റ് ഒഴിഞ്ഞ നേരമില്ല. അത് കൂടുതൽ കംപ്ലൈന്റും ജിൻഡയെ കുറിച്ചും ജാൻമണിയെ കുറിച്ചും ആയിരുന്നു. എന്നിട്ട് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുമില്ല. അപ്പൊ ഇതാണ് നോറയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും നോറേനെ എന്തൊരു ഹൈപ്പാണ് കൊടുക്കുന്നത്. ആ കുട്ടി ഒരു തെറ്റും ചെയ്യുന്നില്ല, ആ കുട്ടി ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് അതിന് തന്നെ തോന്നുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ നിർത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന 19 പേര്. ആ 19 പേരിൽ ഏറ്റവും കൂടുതൽ ആ കാര്യം ചിന്തിക്കുന്ന വ്യക്തികളിൽ ഒരാളെന്ന് പറയുന്നത് നോറയാണ്. ആ ചിന്തയിൽ കുറച്ചുകൂടി എണ്ണ ഇങ്ങനെ ഒഴിച്ചു തീരി കത്തിച്ചു കൊടുത്തു കൂട്ടാൻ വേണ്ടി. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോറയെ കൊണ്ട് സംസാരിപ്പിച്ചു. പിന്നെ ഡെൻ ടീം നന്നായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര അട്ടഹസിച്ചു. അതായത് പവർ ടീമിന്റെ വിധി നിർണയം തെറ്റായിരുന്നു എന്ന് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാണ്. അതിനുശേഷം പിന്നെ നടന്നത് പവർ ടീമിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിച്ചു. നല്ല പവർ ടീം ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവര് പവർ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് കാണിച്ചു കൊടുത്തു. കുറച്ച് മിസ്യൂസ് ഒക്കെ ചെയ്തെങ്കിലും കാണിച്ചു കൊടുത്തു. അതിന്റെ പേരിൽ ബോണസ് പോയിന്റ് ആയിട്ട് ഇവർക്ക് 1000 പോയിന്റ് നൽകി. പിന്നെ സിബിനോട് ക്വാളിറ്റിയെ കുറിച്ച്, ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എങ്ങനെ അറിയാം അല്ലെങ്കിൽ ക്വാളിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ സിബിൻ പറഞ്ഞു, അത് ലാലേട്ട, സിബിന് ക്വാളിറ്റി ഉണ്ടോ? അപ്പൊ സിബിൻ പറഞ്ഞു, ഞാനല്ല അത് തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരാണ്. അപ്പൊ ലാലേട്ടൻ ഞാൻ പറയുന്നു സിബിന് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നു. സിബിൻ കാണിച്ച ഗസ്റ്ററിനെ കുറിച്ചായി സംസാരം. അപ്പൊ സിബിൻ എഴുന്നേറ്റ് പറഞ്ഞു, അത് എന്റെ കൈവിട്ട് പോയ സമയത്ത് സംഭവിച്ചു പോയതാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇത് 100,000 ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേ, അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെ കാണിക്കാമോ, വളരെ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ഭയങ്കര റൈസ് ആവുന്നുണ്ട്. എന്നിട്ടാണ് സിബിന് ശിക്ഷ വിധിക്കുന്നത്. ആദ്യത്തെ കാര്യം നെക്സ്റ്റ് വീക്കിൽ ഡയറക്റ്റ് നോമിനേഷൻ, രണ്ടാമത്തെ കാര്യം പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുക, മൂന്നാമത്തെ കാര്യം ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം നേരെ ഇവരെ ടാസ്കിലേക്ക് വിടുകയാണ്.
ടാസ്ക് എന്ന് പറഞ്ഞാൽ 4 ടീമുണ്ട്. 4 ടീമിലും ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ധരിക്കുന്ന ആരാണോ അവർ വിൻ ചെയ്യും. വേഷം മാറൽ ടാസ്ക്. മറ്റ് കണ്ടസ്റ്റൻസ് പോയിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരണം. ഒരാൾ ഇത് ഇങ്ങനെ വേറെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ടീമിനാണ് വിജയ് എന്ന് പറയുന്നത്. അത് വിജയിച്ചത് നെക്സ്റ്റ് ടീമായിരുന്നു. പക്ഷെ ഇതിനകത്ത് സംഭവിച്ചൊരു കാര്യം, സിബിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ടാസ്കിലല്ല, ഈ ടാസ്കിനിടയ്ക്ക് ഇവര് പവർ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ പവർ ടീം പവർ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഇരുന്ന മൊമെന്റിൽ തന്നെ സിബിന്റെ പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാം പാക്ക് ചെയ്ത് പവർ റൂമിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങണം. അത് ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയും തകർന്നിരിക്കുന്ന ആളെ വീണ്ടും പുറത്തേക്ക് ചവിട്ടുന്ന ഒരു ഫീൽ, അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കാം ഒരു പക്ഷേ ബിഗ് ബോസ്. അപ്പൊ അങ്ങനെ ഒരു അൺഫെയർ ഒരു മൊമെന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിന് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ പ്രേക്ഷകൻ എന്നുള്ള ലെവലിൽ ഒരു പ്രേക്ഷകർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അതൊരു അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത്രയും ശിക്ഷകൾ കൊടുത്തിട്ടും ഓൺ ദ സ്പോട്ടിൽ പവർ റൂമിൽ നിന്ന് പുറത്തിറക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ മോശമായിപ്പോയി. ഒരു വ്യക്തിയുടെ മനസ്സിനെ സിബിൻ അവിടെ തകർന്നു പോയി. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എത്ര മാനസികമായിട്ട് ബലമുള്ള ഒരാളാണെങ്കിൽ പോലും ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ തകർന്നു പോകും. പക്ഷേ ആ തകർച്ച എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സിബിന്റെ ഉയർച്ചയ്ക്കുള്ള മുന്നോടിയായിരിക്കും. കാരണം പ്രേക്ഷകരെല്ലാവരും സിബിന്റെ കൂടെയാണ്. ഇന്നലെ അവിടെ കൈയടിച്ച എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇമേജ് അവിടെ വന്നു കഴിഞ്ഞു. കുറേയധികം കമന്റുകൾ ഈ ഏഷ്യാനെറ്റിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ലൈവിലാണെങ്കിലും കമന്റുകളുടെ ബഹളമായിരുന്നു സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് സിബിൻ അത് നോക്കി കളിച്ചു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ സിബിന് ടോപ്പ് 5 എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സിബിന് കൊടുത്ത ഈ ഒരു ശിക്ഷാ നടപടിയെ അവിടെ ചോദ്യം ചെയ്ത ഒരേ ഒരു കണ്ടസ്റ്റന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഋഷിയായിരുന്നു. ഈ ടാസ്കിന് മുന്നോടിയായിട്ട് ഇവര് പവർ റൂമിൽ നിന്ന് വന്ന് തിരിച്ചവിടെ ഇരുന്നു. എല്ലാവരുമായിട്ട് ആ ലിവിംഗ് ഏരിയയിൽ ഇരുന്നപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, എന്താ ഋഷി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല ലാലേട്ടാ. അല്ല, കാര്യം പറ. സിബിനോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അത് എനിക്കൊരു വിഷമമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. അല്ല, അത് എല്ലാവരും ബാധിക്കുന്ന കാര്യമല്ലേ? കാരണം പവർ ടീമിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു മോശം പ്രവൃത്തി കാണിക്കുമ്പോൾ അതിൽ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഋഷി തിരിച്ചു ചോദിച്ചു, അല്ല, പവർ ടീമിലുള്ളവർ മാത്രമല്ല, ഇവിടെ പലരും പല മോശപ്പെട്ട വാക്കുകൾ പറയുന്നുണ്ട്, പല മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇത്രയും വലിയ ശിക്ഷ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടന് പിന്നെ മറുപടി ഒന്നുമില്ല. ലാലേട്ടൻ പറഞ്ഞു, അല്ല, അത് എല്ലാവരും കാണിക്കുന്നുണ്ട്, പക്ഷെ ഇത് പവർ ടീമിൽ ഇരുന്നുകൊണ്ട് ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ പവർ ടീമിൽ അല്ലെങ്കിൽ എന്ത് മോശപ്പെട്ട കാര്യം ചെയ്യാം? ജയിലിലാക്കിയ വ്യക്തി, ജയിലെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ പുറത്തുള്ള ജയിൽ പോലെ തന്നെയാണ്. ആർക്കും പ്രവേശനമില്ല, പുറത്തുനിന്ന് ആർക്കും പ്രവേശനമില്ല, സന്ദർശനമില്ല. സന്ദർശന സമയത്ത് മാത്രമേ സന്ദർശിക്കാൻ പറ്റൂ. അതോടൊപ്പം പുറത്തുള്ള ആഹാരം അങ്ങനെ കൊടുക്കാൻ പാടില്ല. അവരെ പറഞ്ഞിട്ടുള്ള ആഹാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് ക്യാപ്റ്റൻ മാത്രമേ കൊടുക്കാവൂ. ഈ നിയമങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ലംഘിക്കപ്പെട്ടു. ബാക്കി ഒരു കണ്ടസ്റ്റൻസിനും ഇല്ലാത്ത എന്ത് മാങ്ങാത്തുലിയാണ് ജാസ്മിൻ ജാഫറിനുള്ളത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഒരു ന്യായീകരണം, ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്, പ്രേക്ഷകരാണ് വിധിക്കുന്നത്, പ്രേക്ഷകർ ചെയ്യുന്നതിന് യാതൊരു വാല്യൂം ഇവർ കൊടുക്കുന്നില്ല. കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും എന്നേ ഈ ഷോയിൽ നിന്ന് പുറത്താവുമായിരുന്നു. കാരണം 90% ആൾക്കാരും ഇവർക്ക് എതിരാണ്. ഏറിപ്പോയാൽ 20% ആൾക്കാരായിരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന, വെളുപ്പിക്കാൻ നടക്കുന്ന കുറെ ടീമുകൾ. ബാക്കി എല്ലാവരും, കാരണം ഇവർ കാണിച്ചു കൂടുന്ന പേക്കൂത്തുകൾ അത്രയും ലജ്ജിക്കുന്ന അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന ലെവലിലുള്ളതാണ്. എന്നിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജാസ്മിൻ കഴിഞ്ഞ ദിവസം ജയിലിൽ കിടന്ന് എന്തൊക്കെ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ലൊട്ട, ജിൻഡോയ്ക്ക് അരഞ്ഞാണം ഉണ്ടാക്കി കൊടുക്കാം. ഇത് ജിൻഡോ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ജാസ്മിൻ എന്ത് ചെയ്യുമായിരുന്നു? അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ജിൻഡോയെ ചോദ്യം ചെയ്യില്ലയോ? ബിഗ് ബോസ് ചോദ്യം ചെയ്യില്ലയോ? അപ്പൊ ജാസ്മിൻ ആയതുകൊണ്ട് ജാസ്മിൻ എന്ത് തെണ്ടിത്തരവും പറയാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ് ഇന്നലെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ എപ്പിസോഡിനകത്ത് അതിനകത്ത് ലാലേട്ടൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, പവർ ടീമിലായിട്ട് ഇങ്ങനെ പെരുമാറി, അതുകൊണ്ടാണ് ഇങ്ങനെ ശിക്ഷിച്ചത് എന്നുള്ള ലെവലിലേക്കാണ് പറഞ്ഞു വെച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഋഷിക്ക് പിന്നെ ഒന്നും പറയാനില്ല. തിരുവായ്ക്ക് എതിർവായി ഇല്ലല്ലോ. ലാലേട്ടൻ പറയുന്നത് കേട്ടിരിക്കാൻ മാത്രം നിവർത്തിയുള്ളൂ. ഇവർക്ക് അങ്ങോട്ട് പറയാനുള്ള സമയം പോലും പുള്ളിക്കാരൻ കൊടുക്കുന്നില്ല. എതിർത്ത് സംസാരിക്കുന്നവരെ അടച്ചടിയിരുത്തുകയാണ്. ഓക്കെ കഴിഞ്ഞു എന്ന രീതിയിൽ. അതൊക്കെ അൺഫെയർ ആണ്. മറ്റ് കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന ഫെയർ ഇല്ലായ്മ തന്നെയാണ്. ഇനി അത് കഴിഞ്ഞ് പിന്നെ എവിക്ഷൻ ആയിരുന്നു. ആ എവിക്ഷൻ എന്ന് പറയുന്നത്, ഇന്നലത്തെ ആ ഒരു എവിക്ഷൻ പ്രക്രിയ രസകരമായിരുന്നു. പക്ഷേ ആ മൊമെന്റിൽ ഇരിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഓൾറെഡി ആരാണ് എവിക്ട് ആയതെന്ന് അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് അറിയാതിരിക്കുന്നത് കൊണ്ട് അവരുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ അവിടെ അൻസിബയൊക്കെ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചിങ്ങനെ പിടച്ചിരിക്കുകയായിരുന്നു. പ്രതീക്ഷയില്ല, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയില്ല. അങ്ങനെ ഇരിക്കുന്നൊരു മൊമെന്റ് ആണ് കണ്ടത്. അപ്പോൾ എവിക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത്, ഇവർ 4 പേര് വീതം ചെയറിലിരിക്കുന്നു. എന്നിട്ട് ഒരു ക്യാമറ ഇവർക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ക്യാമറ ആരുടെ മുന്നിലാണോ നിൽക്കുന്നത് അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു ലൈറ്റ് തെളിയും. ഒന്നുകിൽ ഗ്രീൻ ആയിരിക്കും അല്ലെങ്കിൽ റെഡ് ആയിരിക്കും. റെഡ് ആണെങ്കിൽ എവിക്ട് ആവും, ഗ്രീൻ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നലെ ആദ്യം നോറയുടെ തലയ്ക്ക് മേളിലാണ് ലൈറ്റ് തെളിഞ്ഞത്, സേവ്ഡ് ആണ്.
അത് കഴിഞ്ഞ് ഋഷി വന്നു, പിന്നെ ശരണ്യ, അഭിഷേക്, ശ്രീരേഖ, ശ്രീതു, ജിൻഡോ, അൻസിബയാണ് ഏറ്റവും ലാസ്റ്റ് സേവ്ഡ് ആയത്. അപ്പൊ ഇത്രയും പേര് സേവ്ഡ് ആയി. ജാൻമോണി എവിക്റ്റ് ആയപ്പോൾ ശരിക്കും ജാൻമോണി ഭയങ്കരമായിട്ട് പൊട്ടി തകർന്നു പോയി. ഭയങ്കര കരച്ചിലായിരുന്നു. തുറന്നു പറയുകയാണെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ ജെന്യൂൻ ആയിട്ട് നിന്ന ഒരു വ്യക്തി, ജെന്യൂനിറ്റി മീൻസ് അവരായിട്ട് തന്നെ നിന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജാൻമോണി ആയിരുന്നു. അവരുടെ ഇമോഷൻസ് എക്സ്ട്രീം ലെവലിൽ വരുവാണെങ്കിൽ അത് എക്സ്ട്രീം ലെവലിൽ പുറത്തു വരും. അത് ശാപവാക്കുകളായിട്ട് ഞാനൊരിക്കലും അത് ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, മോശമാണ്. ശാപവാക്കുകളായിട്ട്, മോശം വാക്കുകളായിട്ട്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന രീതിയിൽ, ഇങ്ങനെ അവരുടെ ഇമോഷൻ എന്താണോ അത് അതുപോലെ പുറത്തേക്ക് വന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ജാൻമോണി ആയിരുന്നു. കരച്ചിലാണെങ്കിൽ കരച്ചിൽ, ഇപ്പം അത്രയും സങ്കടം വരുമ്പോഴാണ് അവർ പൊട്ടിത്തെറിക്കുന്നത്. അപ്പം ഇതെല്ലാം അവരുടെ ഭാഗത്തു നിന്ന് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജാൻമണി ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഇന്നലെ ആ എവിക്റ്റ് ആവുന്നതിന് മുൻപ് വരെ വിചാരിച്ചത് ഇതിനകത്ത് ഇപ്പോൾ ജാൻമണിയാണ് പോവേണ്ടത്, അല്ലെങ്കിൽ ജാൻമണി പോകണം എന്നുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു ഞാനും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാനും വരുന്നത്. പക്ഷേ ആ എവിക്റ്റ് ആയതിനു ശേഷമുള്ള അവരുടെ കരച്ചിൽ കാണണം. മാനുഷികമായിട്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും കണ്ണിൽ കണ്ണുനീര് വരുന്നൊരു രംഗമായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് തിരിച്ച് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട്, ലാലേട്ട എനിക്ക് തിരിച്ചു പോകണം, എന്നെ ഒന്ന് തിരിച്ച് ഹൗസിലേക്ക് വിടാമോ എന്ന രീതിക്ക് അവർ ഇതുവരെയും ഒരു കണ്ടസ്റ്റന്റും അങ്ങനെ ചോദിച്ചിട്ടില്ല. അങ്ങനെ വിടാമോ എന്നൊക്കെ പറഞ്ഞ് അത്രയും പൊട്ടിപ്പോയി. അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ച അവർ വളരെ ശാന്തമായിരുന്നു, ആരോടും ഓവർ റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. അവർക്ക് മുന്നിൽ വന്നൊരു സ്റ്റേറ്റ്മെന്റ് അവർ തുറന്നു പറഞ്ഞു എന്നല്ലാതെ, ഈ അർജുൻ സംസാരിച്ച കാര്യം അത് തുറന്നു പറഞ്ഞു എന്നല്ലാതെ വേറെ ഒരു രീതിയിലും അവർ ആരെയും പ്രൊവോക്ക് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. ഈ പറയുന്ന പവർ ടീമിന്റെ കൂടെ നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനിടയ്ക്ക് ഒരു പണിഷ്മെന്റ് അവിടെ സംഭവിച്ചു. അതായത് ജിൻഡോ ജാസ്മിനെ കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം ചെയ്യപ്പെട്ടു. ഇത് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ മനസ്സിൽ നിന്നെടുത്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അത് ഓരോ കണ്ടസ്റ്റൻസിനോടും ചോദിച്ചു, ഇൻക്ലൂഡിംഗ് ജാസ്മിനോട് ചോദിച്ചപ്പോഴേക്ക് ജാസ്മിൻ പറഞ്ഞു, അതെനിക്കറിയില്ലല്ലോ ലേട്ടാ, ആ ഒരു കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ അല്ലാതെ ഇവിടെ സിബിൻ പലതും പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. സിബിനോട് സിബിൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല ലാലേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവരവിടെ വീറ്റി പ്ലേ ചെയ്തതിനകത്ത് സിബിൻ വ്യക്തമായിട്ട് ഈ മാറ്റർ പറയുന്നുണ്ട്. ഇങ്ങനെ റസ്മിനോട് തിരിച്ചിങ്ങനെ മറുപടി കൊടുത്തു, ഇൻ കേസ് അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവളെ കാലേവാരി നിലത്തടിച്ചേനെ. അത് കൊളോക്കിലി പറഞ്ഞതായിട്ടാണ് സിബിൻ പറയുന്നത്. പക്ഷേ ജിൻഡോ അത് അതുപോലെ തന്നെ അവിടെ പ്രസന്റ് ചെയ്തു. അങ്ങനെ പ്രസന്റ് ചെയ്തപ്പോഴേക്കും ഒബ്വിയസ്ലി സിബിൻ പറയിച്ച ഒരു രീതി വന്നു. അപ്പോൾ ഇതിനകത്ത് അപ്പോഴാണ് ഈ പണിഷ്മെന്റ്, നിങ്ങൾ തന്നെ പണിഷ്മെന്റ് തീരുമാനിക്കൂ എന്ന് പറഞ്ഞ ഹൗസ്മേറ്റ്സിനോട്. മറ്റ് കണ്ടസ്റ്റൻസിന് റൈറ്റ് ഇല്ല, അവിടെയും പവർ ടീമിനാണ് റൈറ്റ്. പവർ ടീമിലെ മറ്റ് കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട്, അവരെ കൊണ്ട് വേണം ശിക്ഷിപ്പിക്കേണ്ടത്. പക്ഷെ ഇവിടെ നോറയെ കൊണ്ടും ജാസ്മിനെ കൊണ്ടും, അല്ലെങ്കിൽ നോറയോടാണ് പറയുന്നത്, നോറ തീരുമാനിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കൂ എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട് ലാലേട്ട് നേരെ ബ്രേക്ക് പറഞ്ഞ് പോവാണ്. അതും ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തത്. ആർക്കാണ് പണിഷ്മെന്റ്, സിബിൻ ആണോ ജിൻഡോയ്ക്കാണോ, ഒരു ക്ലാരിറ്റി ഇല്ല. അതും 3 ദിവസത്തെ വെസൽ ക്ലീനിങ് ആണ്. 3 ദിവസത്തെ വെസൽ ക്ലീനിങ് ഇവർ ചെയ്യണം. അതിൽ ആര് ചെയ്യണം എന്നുള്ളത് ക്ലാരിറ്റി വന്നിട്ടില്ല. എപ്പിസോഡ് കാണുമ്പോൾ, അടുത്ത എപ്പിസോഡ് കാണുമ്പോഴോ അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ അറിയാം ഇതിൽ ആരാണ് ഇത് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ശരിക്കും ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. വളരെ മോശം എന്ന് വേണമെങ്കിൽ പറയാം. വൺ സൈഡ് മാത്രം നിന്ന് സംസാരിച്ച ഒരു എപ്പിസോഡ്. ഇനി ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രമോയ്ക്കകത്ത് ലാലേട്ടൻ ജാസ്മിനോട് ഹൈജീനെ കുറിച്ച് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് മുന്നേയും പറഞ്ഞിട്ട് പോയ കാര്യമാണ്. മറ്റേ മൂക്കൊലിപ്പിച്ച കാര്യം, കുളിക്കാത്ത കാര്യം, ഇതൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇന്ന് വന്നിട്ട് കാല് മറ്റേ സോഫയെ കയറ്റി വെച്ച കാര്യമാണ് സംസാരിക്കുന്നത്. എന്തൊക്കെ ചെയ്താലും നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് നിവരത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ജാസ്മിന്റെ ഈ ഒരു കാര്യം. മൂക്ക് തുമ്മി ചായൽ വീണതും കുളിക്കാതിരുന്ന കാര്യങ്ങളും മാത്രമല്ലല്ലോ ജാസ്മിനോടെ ചെയ്തത്. മൂക്ക് തുടച്ചിട്ട് അത് ഫുഡിലേക്ക് ഇട്ടിട്ട് അത് കുഴച്ച് ഗബ്രിക്ക് കൊടുക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടു. പിന്നെ പലപ്പോഴും മൂക്ക് തുടച്ചിട്ട് പലയിടത്തും തേച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ എന്തൊക്കെ കാണിക്കുന്നു. പക്ഷെ ഇതൊന്നും അല്ല അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ജാസ്മിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ആയിക്കോട്ടെ, എന്തിനും ആയിക്കോട്ടെ, ജിൻഡോയ്ക്ക് ജാസ്മിനെക്കാളും എത്ര വയസ്സ് പ്രായം കൂടുതൽ. ആ ജിൻഡോനെ വിളിക്കുന്ന വാക്കുകൾ അയാളുടെ നിറത്തെ പോലും അധിക്ഷേപിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യണം. അത് ചെയ്ത് കണ്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഈ ഹൈജീന്റെ കാര്യം മാത്രമാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നതെങ്കിൽ ഉറപ്പിക്കാം ജാസ്മിനെ ബിഗ് ബോസ് സേവ് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന് ഉറപ്പിക്കാം. എനിവേ, ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം.